ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपः कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णकरुणा सिन्धो दीनबन्धो जगत्पते भुवेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। पाञ्चाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। मूगं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्य ईश्वरं। हरि ओं तत्सत्। ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. വിഭൂതി വിശ്വരൂപം എന്ന 11ാം അധ്യായം ആണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശ്വരൂപം അതിൻ്റെ ഗീതാ മഹാത്മ്യം എന്താണെന്നുള്ളതും പിന്നെ വീണ്ടും അർജുനൻ ഭഗവാനോട് വിശ്വരൂപം കാണേണ്ടതിന്റെ അത്യാവശ്യതയെ കുറിച്ചിട്ട് പറയുന്നതുമാണ് നമ്മൾ വായിച്ചത്. അർജുനന് കുറച്ചുകൂടെ അത് ഭഗവാനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് ന്യായങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അടുത്ത ശ്ലോകങ്ങളിൽ. അതിന് ഭഗവാന്റെ മറുപടി ഉണ്ട്. പിന്നെ അതിനെ തുടർന്നുള്ള ശ്ലോകങ്ങളിൽ എന്താണെന്ന് നോക്കാം. ശ്ലോകം 4. മന്യസേയതി തശക്യം മയാ ദ്രഷ്ടുമിതി പ്രഭോ യോഗേശ്വരത്തതോ മേത്വം ദർശയാത്മാനമവ്യയം. മന്യസേയതി തശക്യം മയാ ദ്രഷ്ടുമിതി പ്രഭോ യോഗേശ്വരത്തതോ മേത്വം ദർശയാത്മാനമവ്യയം. മന്യസേയതി തശക്യം മയാ ദ്രഷ്ടുമിതി പ്രഭോ യോഗേശ്വരത്തതോ മേത്വം ദർശയാത്മാനമവ്യയം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 4. മന്യസേ യദി തച്ഛക്യം മയാ ദൃഷ്ടുമിതി പ്രഭോ യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനമവ്യയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മന്യസേ യദി തച്ഛക്യം മയാ ദൃഷ്ടുമിതി പ്രഭോ യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനമവ്യയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മന്യസേ യദി തശക്യം മയാ ദൃഷ്ടുമതി പ്രഭോ യോഗേശ്വരോ തതോ മേ ത്വം ദർശയാത്മാനം അവ്യയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മന്യസേ യദി തച്ഛക്യം മയാ ദൃഷ്ടുമിതി പ്രഭോ യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനമവ്യയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാന്റെ വിവർത്തനം ഭാവാർത്ഥം. പ്രഭോ പ്രഭോ തത് അങ്ങയുടെ വിശ്വരൂപം ദൃഷ്ടും കാണുവാനുള്ള ശക്യം കരുത്ത് മയ എനിക്കുണ്ടെന്ന് യതി മന്യസേ അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ യോഗേശ്വര അല്ലയോ യോഗേശ്വര ത്വം അങ്ങയുടെ അവ്യയം ആത്മാനാം അങ്ങയുടെ അവ്യയമായ ഭഗവത് രൂപത്തെ മേ എനിക്കായിട്ട് ദർശയ കാണിച്ചു തരണമേ. പ്രഭോ അങ്ങയുടെ വിശ്വരൂപം കാണുവാനുള്ള കരുത്ത് എനിക്കുണ്ടെന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ അല്ലയോ യോഗേശ്വര അങ്ങയുടെ അവ്യയമായ ഭഗവത് രൂപത്തെ എനിക്കായിട്ട് കാണിച്ചു തരണമേ. നമുക്ക്
ഭഗവാന്റെ ഏതൊരു രൂപത്തെയും നമുക്ക് നമ്മുടെ ആ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാനോ മനസ്സിലാക്കാനോ നമുക്ക് സാധിക്കില്ല, ആർക്കും തന്നെ സാധിക്കില്ല. അപ്പോ ഇവിടെ അർജുനനും പറയുന്നതിനാണ്, എനിക്ക് അതിന്റെ യോഗ്യത ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, ഇനി അഥവാ അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ അങ്ങയുടെ വിശ്വരൂപം എനിക്ക് കാണിച്ചു തരണം എന്നാണ് പറയുന്നത്. ഇപ്പോ ഭഗവാന്റെ ഗുണം, രൂപം, ലീലകള്, നാമം, ഇതൊന്നും തന്നെ നമുക്ക് നമ്മുടെ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഭക്തർ സാംസത്തിൽ പറയുന്നുണ്ട്, അത് ശ്രീകൃഷ്ണ നാമാദി ന ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയൈ സേവന്മുഖൈ ജിഹ്വാദോ സ്വയമേവ സ്ഫുരത്യതഃ എന്ന് പറയുന്നുണ്ട്. അപ്പോ ഭഗവാന്റെ നാമം, അതുപോലെ തന്നെ രൂപം, ഗുണങ്ങൾ, ലീലകള്, ഇതൊന്നും തന്നെ ന ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയൈ, നമ്മുടെ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്കതൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പലരും അഹങ്കാരം കൊണ്ട് കരുതുന്നുണ്ടാവും, ഞാൻ ഭഗവത്ഗീത മുഴുവൻ 10 പ്രാവശ്യം വായിച്ചതാണ്, എനിക്കെല്ലാം അറിയാം. പക്ഷെ ഭഗവാൻ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അങ്ങനെ അഹങ്കാരമുള്ളവർക്ക് സാധിക്കില്ല. അവര് വിചാരിക്കും അവർ തന്നെയാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ്, കർത്താവ് എന്നെല്ലാം അവർ വിചാരിക്കും. അഹങ്കാര വിമൂഢാത്മ കർത്താഹമിതി മന്യത എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള അഹങ്കാരം എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഈ അർജുനൻ എപ്രകാരമാണോ ഈ ഭഗവാനോട് അപേക്ഷിക്കുന്നത്, അർജുനൻ എന്താ പറയുന്നത്, എനിക്ക് യോഗ്യതയുണ്ടെന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ ദയവായിട്ട് എനിക്ക് കാണിച്ചു തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ തരത്തിലുള്ള ഒരു മനോഭാവമാണ് നമ്മളെല്ലാവരും തന്നെ വളർത്തിയെടുക്കേണ്ടത്. കുരുക്ഷേത്ര യുദ്ധക്കളത്തില് അർജുനൻ ഭഗവാൻ ഗീത ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഒറ്റയ്ക്ക് അർജുനൻ മാത്രമല്ല അവിടെ നിൽക്കുന്നത്, അവിടെ എത്രയോ കോടി, 60 കോടി ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. വലിയ വലിയ മഹാരഥികള്, ഭീഷ്മദേവൻ, ദ്രോണാചാര്യര്, അങ്ങനെ ഒരുപാട് ആചാര്യന്മാര്, എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ആരൊക്കെ തന്നെ ഭഗവത്ഗീത കേട്ടു, ആരൊക്കെ തന്നെ ഭഗവാനെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഭഗവാൻ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുത്തപ്പോൾ ആ വിശ്വരൂപം ആരൊക്കെ കണ്ടു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആർക്കും തന്നെ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? അത് ഭഗവാൻ, അത് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്, ഭഗവാൻ അർജുനന് തന്നെ, അർജുനന്റെ ഈ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് ഭഗവാൻ അറിയാവുന്നത് കൊണ്ട് ഭഗവാൻ അർജുനന് ദിവ്യദൃഷ്ടി നൽകുകയാണ് ചെയ്തത്. ആ ദിവ്യദൃഷ്ടിയിൽ കൂടിയാണ് അർജുനൻ ഭഗവാന്റെ വിശ്വരൂപം കാണുന്നത്. എന്തുകൊണ്ടാണ് ഭഗവാൻ അർജുനന് ഈ ദിവ്യദൃഷ്ടി നൽകിയത്? ഭക്തോസിമേ സഖാചേതി രഹസ്യം ഹി ഏതദുത്തമം. അർജുനൻ ഭഗവാന്റെ ഭക്തനും അതുപോലെ തന്നെ സുഹൃത്തും ആയതുകൊണ്ടാണ് ഈ അതീന്ദ്രിയമായിട്ടുള്ള രൂപം ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുത്തത്. അപ്പോ തുടക്കം മുതൽക്ക് തന്നെ ഈ ഭഗവാന്റെ അതീന്ദ്രിയ സേവനം അനുഷ്ഠിച്ചു വരുന്ന ഒരു ഭക്തന് മാത്രമേ ആ ഭഗവാന്റെ ദർശനം സാധ്യമാകുകയുള്ളൂ. ബ്രഹ്മസംഹിതയിലെ ബ്രഹ്മദേവനും അത് തന്നെയാണ് പറയുന്നത്. പ്രേമാഞ്ജനച്ചുരിത ഭക്തി വിലോചനേന സന്ത സദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരം അചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. അപ്പോ ഭക്തരെ ഏത് തരത്തിലുള്ള രൂപത്തിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്? ഭക്തന്മാരാരും തന്നെ ഭഗവാന്റെ വിശ്വരൂപം കാണാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ അർജുനൻ കൃഷ്ണനെ ഈ ശ്ലോകത്തിൽ എന്താണ് അഭിസംബോധന ചെയ്യുന്നത്? യോഗേശ്വരൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്, അല്ലെ? അപ്പോ ഭഗവാൻ എന്ന് പറയുന്നത് അചിന്ത്യ പ്രഭാവശാലിയാണ്. അത്തരത്തിലുള്ള ഒരു അപ്രമേയനെ മനസ്സിലാക്കാനായിട്ട് ഒരു ജീവാത്മാവിനെ കൊണ്ട് സാധിക്കില്ല. അതിന് ഭഗവാന്റെ ആ അഹൈതുകമായിട്ടുള്ള ആ കൃപ തന്നെ വേണം. അദ്ദേഹം കനിഞ്ഞ് സ്വയം വെളിപ്പെടുത്തുമ്പോൾ മാത്രമേ നമുക്ക് അദ്ദേഹത്തിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. സ്വയമേവ സ്ഫുരത്യത. അപ്പൊ ഇവിടെ അർജുനൻ അതാണ് പറയുന്നത്, എന്റെ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് എനിക്ക് അങ്ങയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. കാരണം
അങ്ങയുടെ ജനനം മുതൽക്കുള്ള എല്ലാ കാര്യങ്ങളും അതീന്ദ്രിയങ്ങളാണ്. ഭഗവാൻ തന്നെ സ്വയം പറയുന്നുണ്ട്, ജന്മകർമ്മ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ എന്ന് പറയുന്നുണ്ട്. എൻ്റെ ജന്മങ്ങള്, ലീലകള് ഇതെല്ലാം തന്നെ ദിവ്യങ്ങളാണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ നമുക്ക് പിന്നീട് ഒരു ജന്മം ഈ ഭൗതിക ലോകത്തിൽ എടുക്കേണ്ടി വരില്ല. പുനർജന്മനൈതി. അപ്പൊ നാം എല്ലാവരും തന്നെ ഭഗവാന്റെ ഒരു ചെറിയ സ്ഫുലിംഗമാണ്. ഒരു സമുദ്രത്തിൽ നിന്നുള്ള ഒരു തുള്ളി വെള്ളം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമുദ്രമാവില്ല. പക്ഷെ സമുദ്രത്തിന്റെ ഗുണങ്ങൾ കുറച്ചൊക്കെ ആ വെള്ളത്തിനുണ്ടായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ നമുക്കും ആ ദിവ്യമായിട്ടുള്ള ഗുണങ്ങൾ ആർജിക്കാനായിട്ട് സാധിക്കും. എങ്ങനെ? ആ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുമ്പോൾ. അർജുനൻ അതാണ് ഇവിടെ പറയുന്നത്. എനിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടെന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അങ്ങയുടെ വിശ്വരൂപം എനിക്ക് കാണിച്ചു തരണമേ എന്ന് ഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അതിനുള്ള മറുപടിയാണ് അടുത്ത 4 ശ്ലോകങ്ങളില് ഭഗവാൻ പറയുന്നത്. ശ്ലോകം 5. ശ്രീ ഭഗവാൻ ഉവാച പശ്യമേ പാർത്ഥരൂപാണി ശതശോധ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. ശ്രീ ഭഗവാൻ ഉവാച പശ്യമേ പാർത്ഥരൂപാണി ശതശോധ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. ശ്രീ ഭഗവാൻ ഉവാച വർണ്ണാകൃതീനി ച. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച പശ്യമേ പാർത്ഥരൂപാണി ശതശോധ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച പശ്യ മേ പാർത്ഥരൂപാണി ശതശോധ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച പശ്യ മേ പാർത്ഥരൂപാണി ശതശോധ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണകൃതീനി ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്രീ ഭഗവാനുവാച പശ്യ മേ പാർത്ഥരൂപാണി ശതശോധ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ശ്രീ ഭഗവാനുവാച പശ്യ മേ പാർത്ഥരൂപാണി ശതശോധ സഹസ്രശഃ നാനാവിധാനി നാനാവർണാകൃതീനി ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച പശ്യ മേ പാർത്ഥരൂപാണി ശതശോധസഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച പശ്യ മേ പാർത്ഥരൂപാണി ശതശോധ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച പശ്യ മേ പാർത്ഥരൂപാണി ശതശോധ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. ഹരേ കൃഷ്ണ. പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച പശ്യ മേ പാർത്ഥരൂപാണി ശതശോധ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ വിവർത്തനം ഭാവാർത്ഥം. ശ്രീ ഭഗവാൻ വാച. ശ്രീ ഭഗവാൻ പറഞ്ഞു, പാർത്ഥ പ്രിയപ്പെട്ട അർജുന, നാനാവർണാനി പല വർണ്ണങ്ങളിലും, ആകൃതീനി ആകൃതികളിലും, നാനാവിധാനിച്ച നാനാവിധത്തിലുള്ളവയും ആയ മേ എന്റെ, ശതശഃ നൂറുകണക്കിനും, അഥ അനന്തരം, സഹസ്രശഃ ആയിരക്കണക്കിനുമുള്ള, ദിവ്യാനി രൂപാണി ദിവ്യരൂപങ്ങൾ, പശ്യ നീ കണ്ടുകൊള്ളൂ. ശ്രീ ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, പല വർണ്ണങ്ങളിലും
ആകൃതികളിലും നാനാവിധത്തിലുള്ളവയും ആയ എൻ്റെ നൂറുകണക്കിനും അനന്തരം ആയിരക്കണക്കിനുമുള്ള ദിവ്യരൂപങ്ങൾ നീ കണ്ടുകൊള്ളു. പശ്യ. അപ്പൊ കണ്ടുകൊള്ളാനാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഈ ശ്ലോകത്തിൽ മാത്രമല്ല, അടുത്ത 4 ശ്ലോകങ്ങളിൽ ഭഗവാൻ പശ്യ 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 എന്ന് അടുത്തടുത്ത് പറയുന്നുണ്ട്. അപ്പോ ഭഗവാൻ ഇവിടെ അർജുനനെ നിരുത്സാഹപ്പെടുത്തല്ല ചെയ്യുന്നത്. അതിനെന്താ, നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം, നീ കണ്ടുകൊള്ളു. അപ്പോ എന്താണ് ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് ഭഗവാൻ ഈ അടുത്ത 4 ശ്ലോകങ്ങളിൽ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അർജുനന്റെ ആ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഭഗവാൻ അറിയാം, ഇത് ഒരു സാധാരണക്കാർക്ക് താങ്ങാൻ പോലും സാധിക്കാത്തൊരു കാര്യമാണ് ഭഗവാന്റെ ആ വിശ്വരൂപം എന്ന് പറയുന്നത്. പുരുഷ സൂക്തത്തിലും പറയുന്നുണ്ട്, സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സ ഭൂമിം വിശുദ്ധോ വൃത്വ അത്യധിഷ്ഠദശാങ്കുലം എന്ന് പറയുന്നുണ്ട്. അപ്പോ സഹസ്രശീർഷ ആയിരക്കണക്കിന് തലകൾ, സഹസ്രാക്ഷം ആയിരക്കണക്കിന് കണ്ണുകള്, സഹസ്രപാദ് ആയിരക്കണക്കിന് പാദങ്ങള് എല്ലാം ഉള്ള ഒരു വ്യക്തിയെ നമുക്കങ്ങനെ ഒരു സാധാരണയായിട്ട് കാണാനായിട്ട് സാധിക്കില്ല. അത് വളരെ ബീഭത്സമായിരിക്കും. അപ്പോ അങ്ങനെയുള്ള ആ രൂപത്തിനെ കാണാൻ വേണ്ടിയിട്ട് അർജുനന്റെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ 4 ശ്ലോകങ്ങളിൽ എന്തൊക്കെയാണ് നീ കാണാൻ പോകുന്നത് എന്നുള്ളത് ഒരു സംക്ഷിപ്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ഈ വിശ്വരൂപം എന്ന് പറയുന്ന കാലത്തിന് അധീനമാണ്, അതീന്ദ്രിയമാണ് എന്നുണ്ടെങ്കിലും അത് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയിട്ട് പ്രത്യക്ഷീഭവിച്ചതാണ്. ഇപ്പൊ ഭൗതിക പ്രകൃതി അത് ആവിർഭവിക്കുകയും അതുപോലെ തന്നെ തിരോഭവിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ഈ ഭഗവാന്റെ വിശ്വരൂപവും ആവിർഭവിക്കുകയും അതേപോലെ തന്നെ തിരോഭവിക്കുകയും ചെയ്യുന്നുണ്ട്. കൃഷ്ണന്റെ മറ്റു രൂപങ്ങൾ അങ്ങനെയല്ല. കൃഷ്ണന്റെ മറ്റു രൂപങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഷ്ണു സ്ത്രീണി രൂപാണി, കാരണോദക്ഷായ വിഷ്ണു, ഗർഭോദക്ഷായ വിഷ്ണു, ക്ഷീരോദക്ഷായ വിഷ്ണു, ഇതെല്ലാം എറ്റേണൽ ആണ്. ഇതിനൊന്നും തന്നെ നാശം സംഭവിക്കുന്നില്ല. ഇതെല്ലാം സദാ പരവ്യോമത്തിൽ അങ്ങനെ സ്ഥിതി ചെയ്യുന്നുണ്ട്. എവിടെ? ഗോലോക വൃന്ദാവനത്തിലാണ് എം ശ്യാമസുന്ദരം അചിന്ത്യ ഗുണസ്വരൂപം. ഭഗവാന്റെ ആ ശ്യാമസുന്ദര രൂപം കാണണമെന്നുണ്ടെങ്കിൽ ഗോലോക വൃന്ദാവനത്തിൽ പോകണം. പിന്നെ ഭഗവാന്റെ ആ വിഷ്ണു രൂപങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ എണ്ണമറ്റ വൈകുണ്ഠഗ്രഹങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ മറ്റുള്ള എല്ലാ രൂപങ്ങളും കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഈ വിശ്വരൂപം ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കൂ. പക്ഷെ ഈ വിശ്വരൂപം കാണണം എന്നുണ്ടെങ്കിൽ അത് ഈ ഭൗതിക ലോകത്തിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. സാധാരണയായിട്ട് ഒരു ഭക്തന് ഭഗവാന്റെ ആ വിശ്വരൂപം കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകാറില്ല. പക്ഷെ അർജുനൻ, ഈ ഭാവിയിൽ ജനിക്കുന്നവർക്ക് ഒരു വിശ്വാസം ഭഗവാൻ തന്നെയാണ് എന്നുള്ള ആ വിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ് ഈ രൂപം കാണണം എന്നുള്ള ഈ ആഗ്രഹം പ്രകടിപ്പിച്ചത്. അപ്പോ ഈ രൂപം കാണണം എന്നുണ്ടെങ്കിലും ഭഗവാന്റെ കൃപ വേണം. അർജുനന് പോലും അത് സാധിക്കുന്നില്ല അല്ലെ. അപ്പോ അർജുനന് ഭഗവാൻ ദിവ്യദൃഷ്ടി കൊടുത്തപ്പോഴാണ് അർജുനന് വിശ്വരൂപം കാണാനായിട്ട് സാധിച്ചത്. പക്ഷെ നമുക്ക് ആർക്കൊക്കെ ദിവ്യദൃഷ്ടി തരുന്നുണ്ട് ഭഗവാൻ? നമുക്ക് ആർക്കും തന്നെ തരുന്നില്ല. അപ്പൊ നമുക്ക് ആർക്കും തന്നെ ഭഗവാന്റെ അവിശ്വരൂപം കാണാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ ആത്മീയ ലോകത്തിൽ നമ്മൾ ഇവിടുന്ന് പ്രൊമോഷൻ കിട്ടി ആത്മീയ ലോകത്തിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഭഗവാന്റെ ഈ വിശ്വരൂപം കാണാനായിട്ട് സാധിക്കില്ല. അത് അർജുനന് മാത്രമേ സാധിച്ചുള്ളൂ. വേറൊരാൾക്കും കൂടെ സാധിച്ചു, പിന്നീട് പറയാം. അപ്പോ ഞാൻ പറയാം. അപ്പോ ഭഗവാൻ അർജുനന്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്ലോകങ്ങൾ പറയുന്നത്. ശ്ലോകം 6 എന്താണ് പറയുന്നത് നോക്കാം. പശ്യാദിത്യാൻ വസോൻ രുദ്രാൻ അശ്വിനൗ മരുതസ്തദാ ബഹൂനി അദൃഷ്ടപൂർവാണി പശ്ചാശ്ചര്യാണി ഭാരത. പശ്യാദിത്യാൻ വസോൻ രുദ്രാൻ അശ്വിനൗ മരുതസ്തദാ ബഹൂനി അദൃഷ്ടപൂർവാണി പശ്ചാശ്ചര്യാണി ഭാരത. പശ്യാദിത്യാൻ വസോൻ രുദ്രാൻ അശ്വിനൗ മരുതസ്തദാ ബഹൂനി അദൃഷ്ടപൂർവാണി
പശ്ചാശ്ചര്യാണി ഭാരത. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനവോ മരുതസ്തദാ ബഹുന്യാദൃഷ്ടപൂർവാണി പശ്യാചരാണി ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പശ്ചാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്നൗ മരുതസ്തഥാ ബഹൂനി ദൃഷ്ടപൂർവാണി പശ്യാശ്വരാണി ഭാരത. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശിനൗ മരുതസ്തദാ ബഹൂനി അദൃഷ്ടപൂർവാണി പശ്യാശ്ചരാണി ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഗുരുഭ്യോ നമഃ. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനോ മരുതസ്തഥാ ബഹൂന്യദൃഷ്ടപൂർവാണി പശ്യശ്ചര്യാണി ഭാരത. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. പശ്യാദിത്യൻ വസൂൻ രുദ്രൻ അശ്വിനൗ മരുതസ്തദാ ബഹുന്യ അദൃഷ്ടപൂർവാണി പശ്ചാചാര്യാണി ഭാരത. ഹരേ കൃഷ്ണ. സ്വരപ്രവർത്തനം ഭാവാർത്ഥം. ഭാരത, ഹേ ഭാരത ശ്രേഷ്ഠ, ആദിത്യാൻ ആദിത്യന്മാരെയും വസൂൻ വസുക്കളെയും രുദ്രാൻ രുദ്രന്മാരെയും അശ്വിനൗ അശ്വിനി ദേവതകളെയും മരുതഹ മരുത്തുക്കളെയും തഥാ അങ്ങനെ അദൃഷ്ടപൂർവാണി ഇതിനു മുമ്പ് മറ്റാരും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ബഹൂനി ബഹുവിധങ്ങളായ ആശ്ചര്യാണി അത്യാശ്ചര്യങ്ങൾ പലതും പശ്യ കണ്ടുകൊള്ളൂ. ഹേ ഭാരതശ്രേഷ്ഠ, ആദിത്യന്മാരെയും അഷ്ടവസുക്കളെയും രുദ്രന്മാരെയും അശ്വിനി ദേവതകളെയും മരുത്തുക്കളെയും അങ്ങനെ ഇതിനു മുമ്പ് മറ്റാരും തന്നെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ബഹുവിധങ്ങളായ അത്യാശ്ചര്യങ്ങൾ പലതും കണ്ടുകൊള്ളൂ. ഒരു ലിസ്റ്റ് തന്നെ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. ആദിത്യാൻ, ആദിത്യന്മാരെന്ന് പറഞ്ഞെങ്കിൽ അതിഥിയുടെയും കശ്യപ പ്രജാപതിയുടെയും മക്കളാണ് ആദിത്യന്മാര് എന്ന് പറയുന്നത്. അപ്പൊ ദ്വാദശാദിത്യന്മാരുണ്ട്, 12 ആദിത്യന്മാരുണ്ട്. ദാത, അര്യമാൻ, മിത്ര, വരുണ, ഇന്ദ്ര, വിവസ്വാൻ, അങ്ങനെ 12 ആദിത്യന്മാരുണ്ട്. ത്വഷ്ട, പിന്നെ വിഷ്ണു, അംശുമാൻ, പുഷാൻ, സവിത, പിന്നെ ബഗ, സവിത. നമ്മള് ബ്രഹ്മസംഹിത വേണമെങ്കിൽ ചക്ഷുരേഷ സവിത സകല ഗ്രഹാണാം എന്ന് പറയുന്നുണ്ട്. അത് സൂര്യദേവനെ പറയുന്നതാണ്. അപ്പോ അങ്ങനെ 12 ആദിത്യന്മാരുണ്ട്. അവരെല്ലാവരെയും ഭഗവാന്റെ ശരീരത്തിൽ കണ്ടുകൊള്ളാണ് ഭഗവാൻ പറയുന്നത്. പിന്നെ വസുൻ, അഷ്ടവസ്തുക്കൾ, നമ്മുടെ ഈ ഭൗതിക ലോകത്തിനെ നിയന്ത്രിക്കുന്നത് വസുക്കളാണ്. വസു 8 പേരാരൊക്കെയാണ്? ആപ എന്ന് പറഞ്ഞ വെള്ളം, പിന്നെ ധ്രുവ, പിന്നെ നമ്മുടെ ധ്രുവ നക്ഷത്രം, പിന്നെ സോമ ചന്ദ്രൻ, പിന്നെ അനില എന്ന് പറഞ്ഞ വായു, ധര ഭൂമി, അനല അഗ്നി, പ്രത്യുഷ എന്ന് പറഞ്ഞ പ്രഭാതം, പിന്നെ പ്രഭാസ എന്ന് പറഞ്ഞ പ്രഭാതത്തിൽ വെളിച്ചത്തിലേക്ക് കടക്കുന്ന സമയം. അപ്പൊ അങ്ങനെ 8 വസുക്കളുണ്ട്. ഇവരെയും പിന്നെ രുദ്രാൻ, ഏകാദശ രുദ്രന്മാരുണ്ട്. പിന്നെ അശ്വിനവ്, 2 അശ്വിനി ഗുരുമാരന്മാരുണ്ട്. അവര് ഡോക്ടേഴ്സാണ്, ഭിഷഗ്രന്മാരാണ്. അപ്പൊ അവരാണ് ഈ യോഗാചര്യകളെല്ലാം എങ്ങനെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഈ വായുക്കളെയെല്ലാം നിയന്ത്രിക്കണം എന്നുള്ള ഈ അശ്വിനികുമാരന്മാരാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. പിന്നെ മരുതഹ എന്ന് പറഞ്ഞെങ്കിൽ ഈ അന്തരീക്ഷ, അതുപോലെ തന്നെ കൊടുങ്കാറ്റ്, കാറ്റ്, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതാണ് ഈ മരുത്. 49 മരുത്തുക്കളുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഇവിടെ ഭഗവാൻ പറയാണ്. അപ്പോ ഇതെല്ലാം തന്നെ അദൃഷ്ടപൂർവമാണ്. ഇതെല്ലാം തന്നെ ഇതിനു മുമ്പ് ആരും കണ്ടിട്ടോ കേട്ടിട്ടില്ലാത്തതാണ്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ ആ നാനാരൂപങ്ങളെയും അതുപോലെ തന്നെ ആവിർഭാവങ്ങളെയും ഇതെല്ലാം അറിഞ്ഞുകൊള്ളാനാണ് ഭഗവാൻ ഇവിടെ അർജുനോട് പറയുന്നത്. അത് വേറെ ഒരു മനുഷ്യരും ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയിപ്പോ ഭാവിയിൽ ആരും കാണാനും പോകുന്നില്ല എന്നാണ് ഇവിടെ ഭഗവാൻ അർജുനോട് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഇവിടെ അർജുനാണ് ഭഗവാൻ ഈ വിശ്വരൂപം കാണിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. യശോദാമാധവന് വായ തുറന്ന് കാണിച്ചപ്പോഴും അതിൽ ഈ ബ്രഹ്മാണ്ടം മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ
വിശ്വരൂപം കാണിച്ചു കൊടുത്തിരുന്നില്ല. ഇവിടെ അർജുനാണ് ആദ്യമായിട്ട് ഭഗവാൻ ഈ വിശ്വരൂപം കാണിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. ശ്ലോകം 7. ഹൈകസ്തം ജഗത്കൃഷ്ണം പശ്ചാദ്യ സച്ചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യത് ദ്രഷ്ടുമിച്ഛസി. ഇഹൈകസ്തം ജഗത്കൃഷ്ണം പശ്ചാദ്യ സച്ചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യത് ദ്രഷ്ടുമിച്ഛസി. ഇഹൈകസ്തം ജഗത്കൃഷ്ണം പശ്ചാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യത് ദ്രഷ്ടുമിച്ഛസി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകേഴ്. ഇതേകസ്തം ജഗത്കൃഷ്ണം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഇഹൈകസ്തം ജഗത്കൃഷ്ണം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യത് ദ്രഷ്ടുമിച്ഛസി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹസ്തം ജഗത്കൃഷ്ണം പശ്യാദി സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി. ഹരേ പ്രഭു. ഹരേ കൃഷ്ണ. ഇഹൈകസ്തം ജഗത്കൃഷ്ണം പശ്ചാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യത് ദ്രഷ്ടുമിച്ഛസി. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇഹൈകസ്തം ജഗത്കൃഷ്ണം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീപ്രഭുവർത്തനം ഭാവാർത്ഥം. ഗുഡാകേശ, ഹേ അർജുന, സചരാചരം സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായ കൃഷ്ണം ജഗത് എല്ലാ ജഗത്തിനെയും അന്യതിയത് പിന്നെ വേറെ യാതൊന്നിനെയുണ്ടോ ദൃഷ്ടം ഇച്ഛസി നീ കാണുവാൻ ആഗ്രഹിക്കുന്നത് തസ്സർവം ഒക്കെയും മമ എന്റെ ഇഹദേഹേ ഈ ദേഹത്തിൽ ഏകസ്ഥം ഏകത്ര സ്ഥിതി ചെയ്യുന്നതായി പശ്യ നീ കണ്ടുകൊള്ളൂ. ഹേ അർജുന, സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായ എല്ലാ ജഗത്തിനെയും പിന്നെ വേറെ യാതൊന്നിനെയാണോ നീ കാണുവാൻ ആഗ്രഹിക്കുന്നത് അതിനെയൊക്കെയും എന്റെ ഈ ദേഹത്തിൽ ഏകത്ര സ്ഥിതി ചെയ്യുന്നതായി നീ കണ്ടുകൊള്ളൂ. ഒരിടത്തിരുന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ കാണാനായിട്ട് ആർക്കും തന്നെ സാധിക്കില്ല. ഒരു വിദഗ്ധനായിട്ടുള്ള ശാസ്ത്രജ്ഞനും ഈ പ്രപഞ്ചത്തിലെ മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്നത് അത് എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കില്ല. പക്ഷെ അർജുനന് അത് സാധിക്കും. എന്തുകൊണ്ടാണ്? അത് ഭഗവാന്റെ ആ കൃപ അർജുനന് കിട്ടി. എങ്ങനെ? ആ ദിവ്യചക്ഷു ഭഗവാൻ അർജുനന് നൽകുന്നത് വഴി അർജുനന് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എല്ലാത്തിനെയും, ഈ സ്ഥാവരങ്ങളും ജംഗങ്ങളുമായ ജഗത്തിനെയും എല്ലാം തന്നെ നേരത്തെ പറഞ്ഞ വലിയൊരു ലിസ്റ്റ്, അതെല്ലാം ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് അർജുനന് കാണാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ആ ദിവ്യചക്ഷു കൊണ്ട് പ്രപഞ്ചത്തിന്റെ ഏതൊരു മുക്കും മൂലയും അവിടെ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും അർജുനന് കാണാൻ സാധിക്കുകയാണ്. കഴിഞ്ഞതോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതോ ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതായിട്ടുള്ള എല്ലാം തന്നെ ദർശിക്കാനായിട്ടുള്ള കഴിവ് ഭഗവാൻ അർജുനന് നൽകി. അപ്രകാരം അർജുനന് ഭഗവാനെ തന്റെ വിശ്വരൂപത്തിൽ കാണാൻ സാധിച്ചു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന മറ്റു പലർക്കും തന്നെ സാധിച്ചില്ല. ദുര്യോധനും കണ്ടു അവിടെ കൃഷ്ണൻ നിൽക്കുന്നത്. പക്ഷെ എന്തൊക്കെയാണ് ഈ പറയുന്നത് അർജുനനോട്, ഇതൊന്നും ദുര്യോധനന് മനസ്സിലായില്ല. അപ്പോ അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ആ കാരുണ്യം വേണം. ഇവിടെ എന്തുകൊണ്ടാണ് പാണ്ഡവര് യുദ്ധത്തിൽ വിജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈന്യബലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ തുച്ഛമായിരുന്നു. കാരണം എതിർവശത്ത് നിൽക്കുന്നവരാരൊക്കെയാണ്? വലിയ വലിയ മഹാരഥികള്, ഗുരുദേവന്മാര് എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും പാണ്ഡവര് ജയിച്ചു. എന്തുകൊണ്ടാണ്? ജയസ്തു പാണ്ഡുപുത്രാണാം യേഷാം പക്ഷേ ജനാർദ്ദന. ആരുടെ പക്ഷത്താണോ ഭഗവാൻ ഉള്ളത് അവർക്കാണ് എപ്പോഴും ജയം ഉണ്ടാകുന്നത്. അപ്പൊ നമുക്കും നമ്മുടെ ജീവിതത്തിലെ വിജയം കൈവരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ആ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. നമുക്ക് എങ്ങനെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? നമ്മളെപ്പോഴും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, ഭഗവത് സേവനം ചെയ്യുക. അതുവഴി ഭഗവാൻ തന്നെ പറയുന്നത് നാഹം ദൃഷ്ടാമി വൈകുണ്ഠേ യോഗിനാം ഹൃദയേഷു
എത്ര ഗായന്തി മത് ഭക്ത പ്രതിഷ്ഠാമി നാരദ എന്ന് പറയുന്നത്. എവിടെയാണ് എൻ്റെ ഭക്തന്മാർ എൻ്റെ തിരുനാമം ജപിക്കുന്നത്, അവിടെ ഞാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഭഗവാന്റെ ആ സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ആ ദിവ്യ ചക്ഷുവൊന്നും വേണ്ട. നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രങ്ങൾ ജപം കൊണ്ട് തന്നെ സാധിക്കും എന്നാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. അതേസമയം ആ ഭഗവാന്റെ സാന്നിധ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിലും വിജയിക്കാനായിട്ട് സാധിക്കില്ല. അർജുനൻ ഭഗവാന്റെ തിരോധാനത്തിന് ശേഷം ഭഗവാന്റെ പത്നിമാരെയും കൊണ്ട് ഹസ്തിനപുരത്തിലേക്ക് തിരിച്ചു വരുന്ന വഴി കുറെ ഈ കാട്ടാളന്മാർ വന്ന് അർജുനനെ ആക്രമിച്ചു. പക്ഷെ അർജുനന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്തുകൊണ്ടാണ്? ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നില്ല. അതേസമയം കുരുക്ഷേത്രത്തിൽ വെച്ച് ഭഗവാൻ ആ രഥത്തിൽ തന്നെ ഉണ്ടായിരുന്നുകൊണ്ട് അർജുനന് വളരെ നിഷ്പ്രയാസം തന്നെ യുദ്ധം ജയിക്കാനായിട്ട് സാധിച്ചു. യുദ്ധം തീർന്നതിന് ശേഷം തിരിച്ച് രഥം ഹസ്തിനപുരത്തിൽ എത്തിയപ്പോഴ് ഭഗവാൻ അർജുനോട് പറഞ്ഞു, നീ ആദ്യം ഇറങ്ങി. അപ്പൊ അർജുനൻ പറഞ്ഞു, ഇത്രയും ദിവസം അങ്ങല്ല ആദ്യം ഇറങ്ങിക്കൊണ്ടിരുന്നത്, ഞാൻ രഥത്തിൽ തന്നെ ഇരിക്കലായിരുന്നത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു നീ കേട്ടാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ അർജുനനെ നിർബന്ധിച്ച് താഴെ ഇറക്കി. അതിനുശേഷം ഭഗവാനും ഇറങ്ങി. ഭഗവാൻ ഇറങ്ങിയ ഉടനെ ആ രഥം പൊട്ടിത്തെറിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ അതിൽ കാരണം അതിൽ അത്രയും അമ്പും വില്ലുകളും അങ്ങനെ തറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷെ ഭഗവാനാണ് അതിനെല്ലാം പിടിച്ചു നിർത്തിയത്. അപ്പോ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലും നമുക്ക് വിജയം കൈവരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ കാരുണ്യം വേണം. നമ്മുടെ എല്ലാം നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ വരുന്നതിന് മുമ്പുള്ള നമ്മുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എത്രത്തോളം ഭഗവാന്റെ കൃപയുണ്ടെന്നുള്ളത്, ഭഗവാന്റെ ഭക്തന്മാരുടെ കൃപയുണ്ടെന്നുള്ളത്. ഓരോ കാര്യത്തിലും ഭക്തന്മാർ നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെ ജപിക്കണം, എങ്ങനെ ജപമാല കയ്യിൽ പിടിക്കണം, അതുപോലെ തന്നെ ഭഗവത്ഗീത, ഭാഗവതം, ശ്ലോകങ്ങളെല്ലാം എങ്ങനെ വായിച്ചിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. ഇതെല്ലാം നമുക്ക് ആ ഭഗവാന്റെ ഭക്തന്മാരുടെ കാരുണ്യം കൊണ്ട് ലഭിച്ച കഴിവുകളാണ്. അപ്പൊ ആ ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്നത് അത്രയും പ്രധാനമാണ്. ആ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ. ശ്ലോകം 8. നതുമാം ശക്യസേ ദൃഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വരം. നതുമാം ശക്യസേ ദൃഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വരം. നതുമാം ശക്യസേ ദൃഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വരം. ഹരേ കൃഷ്ണ. ന തു മാം ശക്യസേ ദൃഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ന തു മാം ശക്യസേ ദൃഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വരം. ഹരേ കൃഷ്ണ ഭക്തോജി. ഹരേ കൃഷ്ണ. കൃഷ്ണ നതു മാം ശക്യസേ ദൃഷ്ടം അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി ചക്ഷു പശ്യമേ യോഗമൈശ്വരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നതു മാം ശക്യസേ ദ്രഷ്ടും മനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വര്യം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നതു മാം ശക്യസേ ദൃഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭാരിവർത്തനം ഭാവാർത്ഥവും തു എന്നാൽ അനേന നിന്റെ ഈ സ്വചക്ഷുഷ ഏവ സ്വന്തം കണ്ണുകൾ കൊണ്ട് മാം എന്നെ ദൃഷ്ടും ദർശിക്കുവാൻ ന ശക്യസേ നീ ശക്തനല്ല, മേ എന്റെ ഐശ്വര്യം അചിന്ത്യമായ യോഗം വിഭൂതികളെ പശ്യ യഥേഷ്ടം കാണുവാനായി തേ നിനക്ക് ദിവ്യമായ ചക്ഷുസിനെ ദദാമി ഞാൻ നൽകുന്നു. എന്നാൽ നിന്റെ ഈ സ്വന്തം കണ്ണുകൾ കൊണ്ട് എന്നെ ദർശിക്കുവാൻ നീ ശക്തനല്ല. അതുകൊണ്ട്
എൻ്റെ അചിന്ത്യമായ വിഭൂതികളെ യഥേഷ്ടം കാണുവാനായി നിനക്ക് ദിവ്യമായ ചക്ഷുസ്സിനെ ഞാൻ നൽകുന്നു. കൃഷ്ണനുമായിട്ട് ഈ ആധ്യാത്മിക ബന്ധം പുലർത്തിപ്പോരുന്ന ഭക്തന്മാര് അദ്ദേഹത്തിന്റെ ആ പ്രേമഭാവത്തിലാണ് ആകൃഷ്ടനാകുന്നത്, അല്ലാതെ ആ വിശ്വരൂപത്തിലല്ല, വിഭൂതി പ്രദർശനം കൊണ്ട് അല്ല എന്നുള്ള കാര്യം ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. വൃന്ദാവനത്തിലെ ഗോപികമാരാവട്ടെ, ഗോപകുമാരന്മാരാവട്ടെ, അല്ലെങ്കിൽ ഭഗവാന്റെ മാതാപിതാക്കൾ, യശോദ മാതാവ്, നന്ദഗോപര്, ഇവര് ആരും തന്നെ കൃഷ്ണനോട് തന്റെ വിഭൂതികൾ കാട്ടിത്തരണം എന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടില്ല. നന്ദമഹാരാജക്ക് അറിയാമായിരുന്നു അല്ലെ, കാരണം ഗർഗമുനി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഭഗവാൻ ആണ് അങ്ങയുടെ പുത്രനായിട്ട് അവതരിച്ചിരിക്കുന്നത് എന്നുള്ളത് ആ നാമകരണ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പുള്ള പല അവതാരങ്ങളിലും ഏതൊക്കെ പേരുകളാണ് ഭഗവാൻ ഉണ്ടായിരുന്നത്, ഏതൊക്കെയായിരുന്നു ആ സമയത്ത് ഭഗവാന്റെ വിഭൂതികൾ എന്നുള്ളതെല്ലാം തന്നെ ഗർഗമുനി വളരെ വിശദമായിട്ട് നന്ദഗോപരോട് പറഞ്ഞിരുന്നു. പക്ഷെ ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ട് പോലും ഒരിക്കലും തന്നെ നന്ദഗോപര് കൃഷ്ണനോട് തന്റെ വിശ്വരൂപം അല്ലെങ്കിൽ വിഭൂതികൾ കാണിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പലർക്കും, ഗോപകുമാരന്മാർക്കും ഗോപി സ്ത്രീകൾക്കും ആയിക്കോട്ടെ, ഭഗവാൻ പരമദിവ്യോത്തമ കൃഷ്ണനാണ് എന്നുള്ളത് തന്നെ ആ വസ്തുത അവർക്ക് അറിയില്ലായിരുന്നു. അത്രയധികം അവര് കൃഷ്ണനുമായിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള സ്നേഹത്തില് മുഴുകിയിരിക്കുന്നവരായിരുന്നു. അപ്പോ ഒരു ശുദ്ധഭക്തൻ കൃഷ്ണനെ തന്റെ ദിവ്യ രൂപത്തിലല്ലാതെ മറ്റ് ഒരു രൂപത്തിലും തന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ മനസ്സിൽ ഭഗവാന്റെ വിശ്വരൂപം ഇല്ല. വിശ്വരൂപം മനസ്സുകൊണ്ട് കാണാനും സാധിക്കില്ല. അതിന് ആത്മീയമായിട്ടുള്ള നേത്രങ്ങൾ വേണം. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ദിവ്യം ദദാമി തേ ചക്ഷു, ഞാൻ നിനക്ക് ദിവ്യദൃഷ്ടി തരാം. വിശ്വരൂപം കാണാൻ മനസ്സിനെ മാറ്റുകയല്ല, വീക്ഷണത്തിനെ മാറ്റുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ശ്രീല പ്രഭുപാദര് ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. കാരണം വിശ്വരൂപം എന്ന് പറയുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ചിട്ട് അത്ര പ്രധാനപ്പെട്ട ഒന്നല്ല. കൃഷ്ണന്റെ കളിക്കൂട്ടുകാര് എല്ലാവരും തന്നെ വളരെ പരിശുദ്ധരായിട്ടുള്ള ജീവാത്മാക്കളാണ്. ഭാഗവതത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും. അനേകായിരം ജന്മങ്ങളായിട്ട് അവര് ഭഗവാന്റെ സഹചാരികളാണ്. എന്നിട്ട് പോലും കൃഷ്ണൻ പരമ ദിവ്യോത്തമ പുരുഷനാണ് എന്നുള്ള വസ്തുത അവർക്ക് അറിയില്ലായിരുന്നു. അവരെ സംബന്ധിച്ചിട്ട് കൃഷ്ണൻ വെറും അവരുടെ ഒരു ഉറ്റ സുഹൃത്ത് മാത്രമായിരുന്നു. ശ്രീമദ് ഭാഗവത്തിലെ 10-ാം സ്കന്ധത്തില് പറയുന്നുണ്ട്, ശ്രീ പ്രഭുപാദര് ആ ശ്ലോകം ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തം സദാം ബ്രഹ്മ സുഖാനുഭൂത്യ ദാസ്യം ശതാനാം പരദൈവതേന മായാശ്രിതാനാം നരധാരകേണ സാകം വിജുഘ്രോ കൃതപുണ്യപുഞ്ചാഹ എന്ന് പറയുന്നുണ്ട്. മഹർഷിമാര് ഈ അവ്യക്തിത ബ്രഹ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭക്തന്മാര് ഭഗവാൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ ഭൗതിക പ്രകൃതിയെ സന്താനം എന്ന് പറയുന്നത്, പലരും അങ്ങനെ പറയുന്നവരുണ്ട്. ഈ ഭൗതിക പ്രകൃതിയുടെ സന്താനമാണ് കൃഷ്ണൻ, യശോദാ മാതാവിന്റെ പുത്രനാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ എണ്ണമറ്റ ജന്മങ്ങളില്, അതുപോലെ തന്നെ എണ്ണമറ്റ പുണ്യകർമ്മങ്ങള് ചെയ്തുകൊണ്ട് ഈ ബാലന്മാരെ എല്ലാവരും തന്നെ ഈ പരമദിവ്യോത്തമ കൃഷ്ണനായിട്ടുള്ള ഭഗവാനോടൊപ്പം കളിക്കുന്നത് കണ്ടില്ലേ എന്ന് ശ്രീമദ് ഭാഗവത്തിൽ 10-ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അർജുനൻ എന്തുകൊണ്ടാണ് കാണണമെന്ന് പറയുന്നത്? അർജുനന് ആ കൃഷ്ണന്റെ പ്രസ്താവനകളെ സാധൂകരിക്കണമായിരുന്നു. 10-ാം അധ്യായത്തിലെ 82 വിഭൂതികളെ കുറിച്ചിട്ട് പറഞ്ഞു. അതൊട്ട് വിസ്തരിച്ച് പറഞ്ഞതുമില്ല, വളരെ സംക്ഷിപ്തമായിട്ടാണ് പറഞ്ഞത്. കാരണം അതിനുള്ള സമയമുണ്ടായിരുന്നില്ല. എല്ലാവരും യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അവരെല്ലാവരും യുദ്ധോത്സുകരായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അതിന് വിശദീകരിച്ച് പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവസങ്ങൾ തന്നെ വേണം. പക്ഷെ വളരെ കുറച്ച് നിമിഷങ്ങൾ കൊണ്ടാണ് ഈ ഭഗവാൻ അർജുനന് തന്റെ വിഭൂതികളെ പറ്റിയിട്ട് പറഞ്ഞു കൊടുത്ത്. വളരെ പ്രധാനമായിട്ടുള്ള പ്രാധാന്യത പുരുശ്രേഷ്ഠ, വളരെ പ്രധാനമായിട്ടുള്ള 82 വിഭൂതികളെ പറ്റിയിട്ട് പറഞ്ഞു കൊടുത്തു. പക്ഷെ അത് കേട്ടപ്പോഴേ അർജുൻ പറഞ്ഞു, ശരി, ഈ പറഞ്ഞതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം എന്നുണ്ടെങ്കിൽ അങ്ങത് കാണിക്കുകയും കൂടെ ചെയ്യണം. അപ്പൊ അല്ലെങ്കിൽ അവരെന്ത് പറയും, ഇതൊക്കെ ആർക്കും പറയാൻ എന്താ പ്രയാസം, അതൊക്കെ വെറും സിദ്ധാന്തങ്ങളാണ്. പക്ഷെ ഭഗവാൻ അത് കാണിച്ചിട്ടില്ലല്ലോ, പറഞ്ഞത് മാത്രമല്ലേ ഉള്ളൂ എന്ന് ആ ഒരു ചിന്ത അവർക്കുണ്ടാകും.
അപ്പൊ അതിനെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് അർജുനൻ ഭഗവാനോട് ഇത് കാണണം എന്നാവശ്യപ്പെട്ടത്. ഭഗവാനും അത് ബോധ്യപ്പെട്ടത് കാരണം ഭഗവാൻ പറഞ്ഞു, ശരി, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നീ അത് കണ്ടുകൊള്ളൂ, ഞാൻ നിനക്ക് ദിവ്യചക്ഷു തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭഗവാൻ അർജുനന് ദിവ്യദൃഷ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ആ ദിവ്യദൃഷ്ടിയിൽ കൂടി ഭഗവാൻ അർജുനൻ എന്തൊക്കെയാണ് കാണിച്ചു കൊടുത്തത് എന്നുള്ളത് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ വരുന്നുണ്ട്. അപ്പോ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാള് അവിടെ ഹസ്തിനപുരം കൊട്ടാരത്തിൽ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ സെക്രട്ടറി ആയിട്ടുള്ള സഞ്ജയൻ. കാരണം വ്യാസപ്രസാദാത്, വ്യാസദേവന്റെ കൃപ കൊണ്ട് സഞ്ജയന് യുദ്ധക്കളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കൊട്ടാരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ കാണാനായിട്ട് സാധിച്ചു. ധൃതരാഷ്ട്രക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു വ്യാസദേവൻ. ധൃതരാഷ്ട്രകൊണ്ട് വേണ്ട വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ശരി, എന്നാ ഞാൻ സഞ്ജയന് കൊടുക്കാം, സഞ്ജയന് അത് കണ്ടിട്ട് അങ്ങേക്ക് വിവരിച്ചു തരും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സഞ്ജയൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ ആ യുദ്ധക്കളത്തിൽ നടക്കുന്ന സംഭാഷണങ്ങളെല്ലാം ആ റണ്ണിങ് കമന്ററി അപ്പൊ തന്നെ ധൃതരാഷ്ട്ര മഹാരാജാവിന് കൊടുക്കുന്നുണ്ട്. അപ്പോ 9ാമത്തെ ശ്ലോകത്തിൽ സഞ്ജയൻ പറയാണ്, ഏവമുക്ത തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഹി ദർശയാമാസ പാർത്ഥായ പരമം രൂപമേശ്വരം. അപ്പോ സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണ ഭഗവാൻ തന്റെ ദിവ്യമായിട്ടുള്ള വിശ്വരൂപം അർജുനന് പ്രത്യക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൺക്ലൂഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ശ്ലോകങ്ങളില് ഭഗവാൻ തന്റെ വിശ്വരൂപം അർജുനന് കാണിച്ചു കൊടുക്കും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗ്രന്ഥരാജ ശ്രീമദ് ഭഗവത്ഗീത കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, നിതായ് ഗൗര പ്രേമാനന്ദേ. ആർക്കെങ്കിലും ഈ ഭഗവാൻ അർജുനോട് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ പ്രഭുജി, ദണ്ഡോത് പ്രണാം. പ്രഭുജി, ഭഗവാന് കൗരവസഭയിൽ ചെല്ലുമ്പോഴും ദിവ്യരൂപം കാണിക്കുന്നില്ലേ? ഒന്ന്. പിന്നെ 2, അർജുനന് ഗീത ഉപദേശിച്ചു കഴിഞ്ഞാണ് യുദ്ധമെല്ലാം തുടങ്ങുന്നതും അവസാനിക്കുന്നതും. അപ്പൊ അതിനുശേഷം അദ്ദേഹത്തോട് പറയുന്നു, നീ ആദ്യം ഇറങ്ങുന്നു പറയുമ്പോൾ ശരി മടി കാണിക്കുന്നു. അതെന്തുകൊണ്ടായിരിക്കും കാരണം? അത് ഭഗവാന്റെ മായ പ്രഭാവം. അപ്പോ അർജുന ആ മായയിൽ നിൽക്കുകയാണ്, ഭഗവാന്റെ മായയില്. അപ്പോ അർജുനന് പെട്ടെന്നൊരു തോന്നൽ വന്നു, ഞാനല്ലേ യുദ്ധം ചെയ്ത് ജയിച്ചെന്നുള്ളൊരു തോന്നൽ വന്നു. പക്ഷെ അതിനെ നശിപ്പിക്കണ്ടേ, ആ ഒരു ചെറിയൊരു അഹങ്കാരം. അപ്പൊ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അർജുനനോട് ഇറങ്ങാൻ പറഞ്ഞത്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ, പ്രണാം. വേറൊരു ഭക്തൻ ചോദിച്ചെന്ന് പറഞ്ഞാല്, കൃഷ്ണനല്ലേ സുപ്രീം, കൃഷ്ണനല്ലേ ഫൈനൽ, ഇങ്ങനെയുള്ള ആ ഭഗവാനെ കാണാൻ നോർമൽ കണ്ണ് മതി, ഈ വിശ്വരൂപത്തിന് എന്തിനാ സ്പെഷ്യൽ കണ്ണ്, അപ്പൊ ഏതാ സുപ്രീം എന്നുള്ള രീതി ചോദിച്ചു. ഭഗവാനാണ്. കാരണം നമുക്ക് ഭഗവാനെ കാണുന്നതിന് നമുക്ക് ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ കാണാനായിട്ട് സാധിക്കുള്ളൂ. കാണാനും മനസ്സിലാക്കാനും സാധിക്കണം എന്നുണ്ടെങ്കിൽ ഭക്തി വേണം. അതേസമയം വിശ്വരൂപം എന്ന് പറയുന്നത് ഈ ഭൗതിക പ്രകൃതിയുടെ ഒരു ആവിഷ്കാരമാണ്. കാരണം അത് ഈ ഭൗതിക പ്രകൃതിയിൽ മാത്രമേ അത് ഭഗവാൻ കാണിക്കുന്നുള്ളൂ. അതിനുവേണ്ടി പ്രത്യേക ഒരു വൈകുണ്ഠ ലോകങ്ങൾ എവിടെയും ഇല്ല ഈ വിശ്വരൂപത്തിന് വേണ്ടിയിട്ട്. മറ്റുള്ള എല്ലാ ഭഗവാന്റെ അവതാരങ്ങൾക്കും ഓരോരോ വൈകുണ്ഠ ഗ്രഹങ്ങളുണ്ട്, അല്ലെ? ഇപ്പോ ഗർഭോദക്ഷായി വിഷ്ണു, ക്ഷീരോദക്ഷായി വിഷ്ണു, കാരണോദക്ഷായി വിഷ്ണു, പിന്നെ ഭഗവാന്റെ ഓരോരോ അവതാരങ്ങളും ഈ മറ്റേ അയോധ്യാധാം, ഗോലോക വൃന്ദാവനം, അങ്ങനെ എല്ലാം ഉണ്ട് ആത്മീയ ലോകങ്ങളില്. പക്ഷെ എവിടെയെങ്കിലും നമ്മൾ ഈ വിശ്വരൂപം വസിക്കുന്ന ഒരു ലോകത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം അത് താൽക്കാലികമായിട്ട് അർജുനന് ആ വിഭൂതികൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒന്ന് കാണിച്ചു. കാരണം അതൊരു പ്രത്യേകിച്ച് ഒരു രൂപമല്ല, ഈ ഭൗതിക പ്രകൃതി മുഴുവൻ തന്റെ ശരീരത്തിലാണ് എന്നുള്ളത് അർജുനന് കാണിച്ചു കൊടുക്കാൻ, നമുക്കെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അർജുനന് ആ രൂപം കാണിച്ചു കൊടുത്തു, അത്രയേ ഉള്ളൂ. അല്ലാതെ അതൊരു ആത്മീയമായിട്ടുള്ള രൂപം അല്ല, അത് മറ്റേ ഇതിനേലും ഉപരിയും അല്ല. അപ്പോ നമുക്ക് ആത്മീയമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട്
ഈ വിശ്വരൂപം കാണാനായിട്ട് സാധിക്കില്ല. അതിന് ഒരു പ്രത്യേകമായിട്ടൊരു ദിവ്യദൃഷ്ടി വേണം. അതുകൊണ്ടാണ് ഭഗവാൻ അർജുന ദിവ്യദൃഷ്ടി കൊടുക്കുന്നത്. അതേസമയം ഭഗവാന്റെ ആ ശ്യാമസുന്ദര രൂപം നമുക്ക് യഥാർത്ഥത്തിൽ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മീയമായിട്ടുള്ള നേത്രങ്ങൾ. അപ്പോ നമുക്ക് എങ്ങനെ നമ്മുടെ നേത്രങ്ങളെ ആത്മീയവത്കരിക്കാം? നമുക്ക് ഭക്തിയുത സേവനം കൊണ്ട് നമുക്ക് നമ്മുടെ നേത്രങ്ങളെ ആത്മീയവത്കരിക്കാം. അങ്ങനെ നമുക്ക് ഭഗവാനെ കാണാനായിട്ട് സാധിക്കും. ഹരേ കൃഷ്ണ പ്രഭു, താങ്ക് യു. നല്ലൊരു ദിവസം എല്ലാവർക്കും കിട്ടി. എല്ലാവരും ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. പ്രഭുജിയോട് ആദരവപൂർവ്വം പ്രഭുവിനും പ്രഭുവിന്റെ ഫാമിലിക്കും മുടങ്ങാതെ വരുന്നതിലേക്ക് വേണ്ടി ഒരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ